ബനാറസ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് കേദർനാഥ് സിംഗ് ആണ്. വാരാണസി ചരിത്രത്തേക്കാൾ പഴക്കമുള്ളതാണ്, പാരമ്പര്യത്തേക്കാൾ പഴക്കമുള്ളതാണ്, ഇതിഹാസങ്ങളേക്കാൾ പഴക്കമുള്ളതാണ്. ഇതെല്ലാം ഒരുമിച്ചു ചേർത്താൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി പഴക്കമുള്ളതായി തോന്നുന്നു. മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ്റെ ഈ ഒരു കോട്ട് എസ്സേ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബനാറസിനെ കുറിച്ച് നമുക്കുള്ള അറിവ് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആത്മീയ തലസ്ഥാനമെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേദർനാഥ് സിംഗ് വ്യത്യസ്തമായ ബനാറസിനെ സങ്കല്പിക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബഹുസ്വര സംസ്കാരങ്ങളെ ഈ കവിത കാണിക്കുകയും ബലപ്രയോഗത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സാംസ്കാരിക ഐക്യത്തെ വിമർശിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യയും വ്യവസായവും കൊണ്ട് ഭാവിയിലേക്ക് വേഗത്തിൽ നീങ്ങുന്ന നഗരങ്ങളെയാണ് നാം എപ്പോഴും കാണാറുള്ളത്. എന്നാൽ മുൻകാല പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും മിത്തുകളിലും നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയുടെ മറുവശം ബനാറസ് കാണിച്ചു തരുന്നു. ദരിദ്രവും പിന്നോക്കാവസ്ഥയിലുമാണെങ്കിലും ആഴത്തിൽ മാനുഷികവും ഊർജ്ജസ്വലവുമായ ഇന്ത്യയെ ഒരാൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ആധുനികതയുടെ ശാസ്ത്രീയ മനോഭാവവും സാങ്കേതിക പുരോഗതിയും ഉണ്ടായിട്ടും പരമ്പരാഗത വിശ്വാസങ്ങളും ആചാരങ്ങളും ഇപ്പോഴും അതിൻ്റെ ദൈനംദിന ജീവിതത്തിൽ വളരെ സാധാരണമാണ്. പ്രകൃതിയിലെ എല്ലാ സചേതന നിർജീവ വസ്തുക്കളിലും മാറ്റങ്ങൾ വരുത്തുന്ന ഋതുഭേദങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് സംസ്കാരവുമായും നാഗരികതയുമായും ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളെയും അന്തിമാവസ്ഥകളെയും ചോദ്യം ചെയ്യുന്നു. യാചകരും കുരങ്ങുകളും കല്ലുകളും അവയുടെ സ്വഭാവം മാറ്റുന്നു. മാറ്റമില്ലാത്ത ഭൗതിക സ്വഭാവവും ജീവിതത്തിൻ്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആന്തരിക ചക്രങ്ങളും ഒരുമിച്ചു ചേർക്കുന്നു. ഇത് വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നു. പഴയ നഗരം അതിൻ്റെ ഒരു കാലിൽ ഉറപ്പിച്ചിരിക്കുന്നു, മറ്റേത് ശിവന്റെ നൃത്തത്തിലെന്ന പോലെ ചലനത്തിലാണ്. സാധാരണക്കാരുടെ ദൈനംദിന അനുഭവങ്ങളെയാണ് കവി ബന്ധിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളെ എല്ലാ ദിവസവും നേരിടാൻ ബനാറസിൻ്റെ വേഗത വളരെ കുറവാണ്. എല്ലാവരോടും ഒരുപോലെ സഹാനുഭൂതിയും അനുകമ്പയും ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതിക നേട്ടങ്ങൾ ഫലപ്രദമാകൂ. നഗരം ഹിന്ദുക്കൾക്ക് മോക്ഷം ഉറപ്പാക്കുന്നുവെന്ന് ശവസംസ്കാര ചിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാശിയിൽ മരിക്കാനോ ഗംഗാതീരത്ത് ദഹിപ്പിക്കാനോ അതിൻ്റെ പുണ്യജലത്തിൽ മൃതദേഹം മുക്കാനോ ആളുകൾ ആഗ്രഹിക്കുന്നു. കാശിയിൽ ജനിച്ചെങ്കിലും മറ്റെവിടെയെങ്കിലും മരിക്കാൻ ആഗ്രഹിച്ച കബീറിൻ്റെ സാന്നിധ്യവുമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബനാറസിനെ വാരണാസിയും കാശിയുമായി ചുരുക്കുന്ന പ്രവണതകളെ കവി ചെറുക്കുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തെ ചെറുത്ത കബീർദാസ് പോലുള്ള ഭക്തി കവികളെക്കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണിത്. ഒരു സ്ഥലത്തെ പുനർനിർവചിക്കാനും അതിനെ കൂടുതൽ ഉൾക്കൊള്ളാനും അദ്ദേഹം ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ വ്യാപകമായിരിക്കുന്ന വെറുപ്പിൻ്റെയും വർഗീയ പൊരുത്തക്കേടിൻ്റെയും രാഷ്ട്രീയത്തിന് ഉത്തരം നൽകുകയാണ് സ്ഥലത്തെ മതേതരമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം.